നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഇശൈജ്ഞാനി എന്നാണ് ഇളയരാജയെ കരുണാനിധി വിളിച്ചത്. ഇശൈജ്ഞാനി. നമ്മുടെ ചാനലിൽ രാജാ സാറിനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു നമ്മൾ മുമ്പ്. ഇപ്പോൾ ആനുകാലികമായ വിഷയങ്ങളും ഇതുവരെ ഏറെക്കുറെ മലയാളികൾക്ക് അറിയില്ലാത്ത ഇളയരാജ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് വിശദമാക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇപ്പോൾ സമീപകാലത്താണെങ്കിൽ അദ്ദേഹം ഒരുപാട് വിവാദങ്ങളിലൊക്കെ പെടുന്നുണ്ട്. കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം, പിന്നെ അദ്ദേഹത്തിൻ്റെ പാട്ട് അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ നിർമ്മാതാക്കൾക്ക് റൈറ്റ് കൊടുത്ത് അവർക്ക് കാശ് കൊടുത്ത് വാങ്ങി ചെയ്താൽ പോലും എൻ്റെ റൈറ്റ് വാങ്ങണം എന്ന് അദ്ദേഹം പറഞ്ഞ് വാശി പിടിക്കുന്നത്, പിന്നെ തമിഴ്നാട് ഹൈക്കോടതി ഇളയരാജയെ ശരിക്ക് ശകാരിച്ചത് ഒക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് പറയാൻ. അതുകൊണ്ടാണ് ഇന്ന് ഇശൈജ്ഞാനി ഇളയരാജയെക്കുറിച്ച് സംസാരിക്കുന്നത്. അന്നക്കിളിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഒരു 1000 സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 1000-ലധികം സിനിമകൾ വരും. അതുപോലെ തന്നെ ഒരു 4000-ലധികം പാട്ടുകൾ, സിനിമാ പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ 4000 സിനിമാ പാട്ടുകളിൽ ഭൂരിഭാഗവും സൂപ്പർ ഹിറ്റുകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തമിഴ് സിനിമയിൽ പശ്ചാത്തല സംഗീതം കൊണ്ട് ഒരു സിനിമയെ എങ്ങനെ ഉയർത്തിയെടുക്കാനാവുമെന്ന് തെളിയിച്ച ആദ്യത്തെ സംഗീത സംവിധായകനാണ് അദ്ദേഹം. ഇപ്പം മലയാള സിനിമയിലായാലും തമിഴ് സിനിമയിലായാലും ഏത് ഭാഷയിലായാലും പാട്ടുകൾ ചെയ്യാൻ മിടുക്കുള്ള ഒരുപാട് പേരെ കിട്ടും. പക്ഷേ റീറെക്കോർഡിങ്ങിലൂടെ ആ സിനിമയെ ഇങ്ങനെ ഉയർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം പ്രമേഹത്തിനെ കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. പ്രമേഹം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അരിച്ച് അതിൻ്റെ മ്യൂസിക് ഇങ്ങനെ കയറി വരുന്നത്, ഞാനതിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ അറിയാതെ പേടി കൊണ്ട് സിന്ധു ഇങ്ങനെ ഞെക്കുന്നത് കണ്ടപ്പോഴാണ് ആ മ്യൂസിക്കിൻ്റെ ഒരു പവർ എനിക്ക് മനസ്സിലായത്. അതുപോലെ മലയാള സിനിമയിൽ രാജാമണി, ജോൺസൺ, മോഹൻ സിത്താര റീറെക്കോർഡിങ്ങിന് വേന്ദ്രന്മാരായിരുന്നു ഇവരൊക്കെ. പാട്ടുകൾ ചെയ്യുന്ന ഒരുപാട് പേര്, ഇപ്പോൾ നമുക്ക് ഒരുപാട് പേര്, ഇപ്പോൾ രവീന്ദ്ര മാഷ് നല്ല സംഗീത സംവിധായകനല്ലേ, പക്ഷേ അദ്ദേഹത്തിന് പശ്ചാത്തല സംഗീതം ക്ലച്ച് പിടിക്കില്ല. ഔസേപ്പച്ചൻ ഇപ്പോൾ പുറപ്പാടിൻ്റെ പാട്ടുകൾ ചെയ്തിട്ട് റീറെക്കോർഡിങ്ങിന് വേണ്ടി അദ്ദേഹം വാശി പിടിച്ചു. ജയസി സർവറിന് പറ്റില്ല. അദ്ദേഹം ശ്യാമിനെ കൂടി ചെയ്യിക്കുകയും അങ്ങനെ ഔസേപ്പച്ചൻ പരാതി കൊടുക്കുകയൊക്കെ ചെയ്തു മ്യൂസിക് യൂണിയനിൽ. അങ്ങനെ തമിഴ് സിനിമയിൽ റീറെക്കോർഡിങ്ങിലൂടെ ഒരു സിനിമയെ എങ്ങനെ ഉയർത്താമെന്ന് തെളിയിച്ച ആദ്യത്തെ സംഗീത സംവിധായകനാണ് ഇളയരാജ എന്ന് പറയാം. അതുപോലെ തന്നെ നാടൻ പാട്ടുകളെ ശാസ്ത്രീയ സംഗീതത്തോടൊപ്പം ബ്ലെൻഡ് ചെയ്ത് പാരമ്പര്യ സംഗീതത്തെ ഇളക്കിമറിച്ച സംഗീത സംവിധായകനും അല്ലെങ്കിൽ സംഗീതജ്ഞനും ഇളയരാജയാണ്. തമിഴ്നാട്ടിലെ കുഗ്രാമമായ പണ്ണയ്യാപുരത്ത് ജനിച്ച് ലണ്ടനിലെ റോയൽ ഫീൽ ഹാർമോണിക് ഓർക്കസ്ട്രയിൽ സിംഫണി അവതരിപ്പിച്ച ഏഷ്യയിലെ ഏക കലാകാരനാണ്. അപ്പോൾ എവിടെയാണ് ഇളയരാജയുടെ സ്ഥാനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജ്ഞാനാദികേശൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര്, ജ്ഞാനാദികേശൻ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഹിന്ദുവിൽ നിന്ന് ക്രിസ്ത്യനായി കൺവെർട്ട് ചെയ്തപ്പോൾ മകനെ സ്കൂളിൽ ചേർത്തപ്പോൾ ഡാനിയൽ രാജയ്യൻ എന്നായിരുന്നു പേരിട്ടത്. ഒടുവിൽ സിനിമാ ലോകം അറിഞ്ഞത് ഇളയരാജ, ഇശൈജ്ഞാനി ഇളയരാജ എന്നായിരുന്നു. ദക്ഷിണ തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് പണ്ണയ്യപുരം. തേനി എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിൻ്റെ ബോർഡറാണ്. കേരളത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമാണ് തേനി, കമ്പം, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ തമിഴ്നാട് കേരള അതിർത്തി. 1943 ജൂൺ മാസം 2-നാണ് ജ്ഞാനാദികേശൻ എന്ന ഇളയരാജ പിറന്നത്. 1943 ജൂൺ മാസം 2-ാം തീയതി. അച്ഛൻ്റെ പേര് MR രാമസ്വാമി, അമ്മയുടെ പേര് ചിന്നത്തായമ്മാൾ. രാമസ്വാമിയുടെ 4ാമത്തെ ഭാര്യയാണ് ചിന്നത്തായമ്മാൾ. രാമസ്വാമിക്ക് മറ്റൊരു ഭാര്യയിൽ പിറന്ന മകനാണ് വരദരാജൻ, ഇവരുടെ ഏറ്റവും മൂത്തയാൾ. രാമസ്വാമിയുടെ മക്കളിലും മൂത്തയാൾ അദ്ദേഹമാണ്. അദ്ദേഹം നല്ല കറകളഞ്ഞൊരു കലാകാരനും കറകളഞ്ഞൊരു കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്നു ഈ വരദരാജൻ. ചിന്നത്തായ അമ്മൾക്ക് ജനിച്ച മക്കളാണ് ഭാസ്കരൻ, രാജയ്യൻ, അമർസിംഗ്. എല്ലാം ആ മക്കളാണ്. ഭാസ്കരൻ, രാജയ്യൻ, അമർസിംഗ് 4 പേർക്കും സംഗീതം ജന്മസിദ്ധമായി ലഭിച്ച വരദാനമായിരുന്നു. പിതാവ് രാമസ്വാമി ഹിന്ദുവായി ജനിച്ചെങ്കിലും പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ച് പേര് ഡാനിയൽ രാമസ്വാമി എന്നാക്കി മാറ്റി. പള്ളിക്കൂടത്തിൽ ചേർത്തപ്പോൾ ജ്ഞാനദേശികൻ്റെ പേര് മാറ്റി ഡാനിയൽ രാജയ്യൻ എന്നാക്കി.
നാട്ടുകാർ ആ പയ്യനെ രാസയ്യൻ എന്ന് വിളിച്ചു. ആ രാസയ്യനാണ് പിൽക്കാലത്ത് രാജയായും ഇളയരാജയായും മാറിയത്. രാമസ്വാമിയുടെ മൂത്ത മകൻ വരദരാജൻ നല്ലൊരു കവിയും നല്ല ഒരു ഗായകനുമായിരുന്നു. പാലവർ വരദരാജൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പാലവർ എന്നാൽ തമിഴിൽ കവി എന്നാണ് അർത്ഥം. പാലവർ ബ്രദേഴ്സ് എന്ന പേരിൽ വരദരാജൻ ഒരു ഗാനമേള ട്രൂപ്പ് നടത്തിയിരുന്നു. സഹോദരങ്ങൾ 4 പേരും ആ ട്രൂപ്പിലെ പ്രധാനികളായിരുന്നു. ഭാസ്കരൻ നല്ലൊരു തബലവാദകനായിരുന്നു. രാജയ്യനാണെങ്കിൽ മിക്കവാറുമുള്ള എല്ലാ ഇൻസ്ട്രുമെൻസും വായിക്കാൻ അറിയാമെങ്കിൽ പോലും ഗിത്താറിലായിരുന്നു സ്പെഷ്യലൈസ് ചെയ്തിരുന്നത്. ഇളയവൻ അമർ സിംഗിനും രാജയ്യൻ്റെ ഗുണങ്ങളുണ്ടായിരുന്നു. ഈ അമർ സിംഗാണ് പിന്നീട് സംഗീത സംവിധായകനും ഗാനരചയിതാവും സിനിമാ സംവിധായകനും ഒക്കെയായി മാറിയ ഗംഗയ്യ അമരൻ. അമർ സിംഗ് പേര് മാറ്റിയതാണ് ഗംഗയ്യ അമരൻ. രാജയ്യ ട്രൂപ്പിൽ ആദ്യം ഗായികയായിട്ടായിരുന്നു തുടക്കം. രാജയ്യ സുശീലയുടെയും ജാനകിയുടെയും ഒക്കെ ഹിറ്റ് ഗാനങ്ങൾ മനോഹരമായി പാടുമായിരുന്നു രാജയ്യ. വളർന്ന് പുരുഷ ശബ്ദത്തിലേക്ക് രാജയ്യ മാറിയപ്പോൾ അമർ സിംഗ് എന്ന് പറയുന്ന ഗംഗയ്യ അമരനായി പിന്നീട് പെൺശബ്ദത്തിൽ പാടുന്നത്. ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു വരദരാജൻ. കമ്മ്യൂണിസ്റ്റ് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പാലവർ ഗ്രൂപ്പിൻ്റെ ഗാനമേള അക്കാലത്ത് ജനങ്ങളെ ആകർഷിച്ച ഘടകമായിരുന്നു. കേരള അതിർത്തിയിലെ പീരുമേട്, ദേവികുളം ജില്ലകളിൽ പാലവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ട്രൂപ്പ് നിരവധി ഗാനമേളകളിൽ പാർട്ടി യോഗങ്ങളിൽ അവതരിപ്പിച്ചു. ഒരുപാട് പാർട്ടി യോഗങ്ങളിൽ ഗാനമേള അവതരിപ്പിച്ചു. പ്രസിദ്ധരായപ്പോൾ ക്ഷേത്രാങ്കണങ്ങളിലും പള്ളിമുറ്റത്തുമൊക്കെ ഇവരുടെ ഗാനമേള സ്ഥിരമായിരുന്നു. 8ാം ക്ലാസ് വരെ മാത്രമേ രാജയ്ക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അത്ര പഠിത്തമേ ലഭിക്കുമെന്ന് ജ്യോത്സ്യന്മാർ മുൻപേ തന്നെ അച്ഛനമ്മമാരോട് പറഞ്ഞിരുന്നു. ഇവൻ പഠിക്കുന്നില്ല, പക്ഷേ ഇവൻ വലിയൊരു രാജാവായി വളരുമെന്ന് ജ്യോതിഷിമാർ പറഞ്ഞിരുന്നു. നനച്ചിരിക്കാതെ വരദരാജൻ്റെ മരണം പാലവർ ട്രൂപ്പിനെ തകർത്തു. അത് പൊളിഞ്ഞുപോയി. ചേട്ടനില്ലാതായപ്പോൾ ജീവിതം മഹാദുരിതത്തിലേക്ക് വീണു. രാജയ്യനും സഹോദരങ്ങളും ചെയ്യാത്ത ജോലികളില്ലായിരുന്നു എന്ന് പറയാം. വയലേലകളിൽ ഞാറ് നടുന്ന കർഷക തൊഴിലാളിയായി ജോലി ചെയ്തു. പാറ പൊട്ടിക്കുന്ന ക്വാറികളിൽ പാറത്തൊഴിലാളികളായി ജോലി ചെയ്തു. തോട്ടങ്ങളുടെ കാവൽക്കാരനായി. അങ്ങനെ ജീവിക്കാനായിട്ട് എന്ത് ജോലി ചെയ്യാനും തയ്യാറായ സഹോദരങ്ങളായിരുന്നു ഇവർ 3 പേരും. ഞാറ്റുപാട്ടുകളും തോട്ടങ്ങളിലെ ലായങ്ങളിൽ നിന്നുയർന്ന നാടൻ പാട്ടുകളുമൊക്കെ രാജയ്യൻ ഹൃദയസ്ഥമാക്കി. ചിന്നത്തായമ്മയ്ക്ക് നാട്ടിൽ പ്രചാരം നേടിയ പാട്ടുകൾ അത്രയും അറിയാമായിരുന്നു. അവർ എല്ലാം പാട്ടുകളും പഠിച്ചിരുന്നു. അത് അവർ പാടുമായിരുന്നു. ചിന്നത്തായമ്മയ്ക്ക് പ്രിയപ്പെട്ടതായി ഒരു റേഡിയോ ഉണ്ടായിരുന്നു. അവർക്ക് ആകെപ്പാടുള്ളൊരു സ്വത്ത് ഒരു റേഡിയോ ആയിരുന്നു. ആളുടെ റേഡിയോയിലേക്ക് പാട്ടുകൾ കേൾക്കാനൊക്കെ ഉണ്ട്. അത് വിറ്റ് കിട്ടിയ 400 രൂപയും കൊണ്ട് രാജാ സഹോദരങ്ങൾ 3 പേരും കൂടി ചെന്നൈയിലേക്ക് വണ്ടി കയറി. ഭാഗ്യം പരീക്ഷിക്കാനായി ചെന്നൈയിലേക്ക് വണ്ടി കയറി. മധുരയിലെത്തിയപ്പോഴേക്കും ആ 400 രൂപയിൽ 100 രൂപ തീർന്നു. 1969 ഈ യാത്ര. മദ്രാശി പട്ടണത്തിലെ ജീവിതം ദുരിതകാലമായിരുന്നു. കണ്ണീരിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പട്ടിണിയുടെയും കാലം എന്ന് തന്നെ പറയാം. ചെറിയ ചെറിയ നാടക ഗാനമേള ട്രൂപ്പുകൾക്ക് പിന്നണി പാടുക, സംഗീത ഉപകരണങ്ങൾ വായിക്കുക, തെരുവിൽ കച്ചേരി നടത്തുക, ഇതൊക്കെയായിരുന്നു ഉപജീവന മാർഗം. ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇല്ല, ഇളയരാജ നിഷേധിക്കാൻ വഴിയില്ല. റോഡിൽ ഹാർമോണിയൊക്കെ വെച്ച് പ്രശസ്തമായ പഴയ PB ശ്രീനിവാസനും MS വിശ്വനാഥൻ്റെ ട്രൂപ്പിൽ കഴിവിൽ പുറത്തു വന്ന സിനിമകളിലെ പഴയ പാട്ടുകൾ, സൗന്ദരരാജൻ്റെയൊക്കെ പാട്ടുകൾ തെരുവിലിരുന്ന് ഹാർമോണിയം വെച്ച് വായിച്ചു വളർന്ന ഒരു ബാല്യമാണ് അല്ലെങ്കിൽ യൗവനമാണ് ഇളയരാജയ്ക്കും മറ്റ് 2 സഹോദരന്മാർക്കും ഉണ്ടായിരുന്നത്. റോയപ്പേട്ടയിലെ ഒരു കുടുസുമുറിയിൽ രാജയും സഹോദരങ്ങളും അന്തിയുറങ്ങി. നമ്പർ 47 മുത്തുമുതലി തെരുവ്, റോയപ്പേട്ട എന്നായിരുന്നു അക്കാലത്തെ അഡ്രസ്സ്. ഒപ്പം ഭാരതിരാജയും തിരക്കഥാ രംഗത്ത് ശ്രദ്ധേയനായി വരുന്ന ശെൽവരാജും കൂടി ഇവരോടൊപ്പം കൂടി. ശിവാജി ഗണേശനെ പോലെ പേരെടുത്ത ഒരു നടനായി മാറണം എന്നുള്ള സ്വപ്നവുമായിട്ടാണ് ഭാരതിരാജ മദ്രാസിലെത്തിയത്. തേനിയിൽ മലേറിയ ഇൻസ്പെക്ടറായിരുന്നു ഭാരതിരാജ. സർക്കാർ പണിയുണ്ടായിരുന്നതാണ്. ആ ജോലി ഉപേക്ഷിച്ചിട്ടാണ് ശിവാജി ഗണേശനാകാനായിട്ട് ഭാരതിരാജ മദ്രാശി പട്ടണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കോടമ്പക്കത്തെത്തിയത് എന്ന് പറയാം. വർഷങ്ങൾക്ക് ശേഷം ഭാരതിരാജയുടെ മുതൽ മര്യാദ, ചിന്ന ഗൗണ്ടർ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് കൂടെ താമസിക്കുന്ന ശെൽവരാജ് തിരക്കഥ എഴുതി. ഇളയരാജ ആദ്യമായി സംഗീത സംവിധാനം നൽകിയത് അന്നക്കിളി എന്ന് പറഞ്ഞ സിനിമയ്ക്കായിരുന്നു. ഈ സിനിമയുടെ തിരക്കഥ എഴുതിയതും സെൽവരാജായിരുന്നു.
അന്നക്കിളി എന്ന് പറഞ്ഞാൽ തത്തമ്മ. അന്നക്കിളിയുടെ നിർമ്മാതാവ് പഞ്ചു അരുണാചലത്തെ രാജയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തതും ഈ തിരക്കഥാകൃത്തായ ഭാരതിരാജയുടെ സുഹൃത്തായ സെൽവരാജായിരുന്നു. പഞ്ചു അരുണാചലം കവിതിലകം കണ്ണദാസൻ്റെ അസിസ്റ്റൻ്റായി തുടങ്ങിയ ആളാണ്. പിന്നീട് ഗാനരചയിതാവും പ്രശസ്ത നിർമ്മാതാവുമായി മാറി. രജനീകാന്തിന് അസാമാന്യമായ കോമഡി ചെയ്യാൻ അറിയാമെന്ന് കണ്ടെത്തി ആദ്യമായി ഉപയോഗപ്പെടുത്തിയതും പഞ്ചു അരുണാചലമായിരുന്നു. 1975 അന്നക്കിളി ചിത്രീകരിച്ചത്. റെക്കോർഡിംഗ് തിയേറ്ററിൽ നവാഗതനായ ഒരു സംഗീത സംവിധായകൻ്റെ അരങ്ങേറ്റം കുറിക്കുകയാണ്. അന്നക്കിളിയിലൂടെ ഇളയരാജ സംഗീത സംവിധായകനാവുകയാണ്. അക്കാലത്ത് MS വിശ്വനാഥൻ, രാമമൂർത്തി ടീം തമിഴ് സിനിമ അടക്കി വാഴുന്ന കാലമാണ്. എതിരാളികളില്ല. അടക്കി വാഴുന്ന കാലത്താണ് ഇളയരാജ ആദ്യമായി അന്നക്കിളിയിലൂടെ സംഗീത സംവിധായകനാകാൻ പോകുന്നത്. ഒരു തമിഴ് സിനിമയുടെ വിജയത്തിന് രാമമൂർത്തി വിശ്വനാഥൻ ടീമിൻ്റെ പാട്ടുകൾ വേണം എന്ന കാലമായിരുന്നു അപ്പോൾ. അവിടെയാണ് പഞ്ചു അരുണാചലം പുതിയൊരു സംഗീത സംവിധായകനെ പരീക്ഷിക്കുന്നത്. പൂജാ സമയമായി. വിളക്ക് കൊളുത്താൻ നേരം സ്റ്റുഡിയോയിലെ മുഴുവൻ ലൈറ്റുകളും അണഞ്ഞു. എന്തോ കറണ്ട് തകരാറ് കാരണം മുഴുവൻ കറണ്ട് പോയി. ലൈറ്റും വെളിച്ചും എല്ലാം കെട്ടു. പൂജ മുടങ്ങി. അന്ധവിശ്വാസം കൊടികുത്തി വഴുന്ന ലോകമാണല്ലോ സിനിമാ രംഗം. അന്നക്കിളിയുടെ തുടക്കം ഒരു അശുലഭ ലക്ഷണമായി എന്ന് വന്നവരൊക്കെ പറഞ്ഞു. പക്ഷേ പഞ്ചു അരുണാചലം അചഞ്ചലനായി നിന്നു. കറണ്ട് വന്ന ശേഷം പൂജ നടത്തി. മുഹൂർത്തമൊക്കെ തെറ്റി, പക്ഷേ പൂജയും നടത്തി, പാട്ട് റെക്കോർഡിങ്ങും നടത്തി. 1976 അന്നക്കിളി റിലീസായപ്പോൾ ചരിത്രം സൃഷ്ടിച്ച വിജയമാണ് അന്നക്കിളി നേടിയെടുത്തത്. അന്നക്കിളിയിലെ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റുകളായി മാറി. അത് സിനിമയുടെ വിജയത്തെ തുണച്ചു. ഇളയരാജ എന്ന സംഗീത സംവിധായകൻ ഒരു സൂപ്പർ തരംഗമായി മാറി എന്ന് പറയാം. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അന്നക്കിളിയിലെ പാട്ടുകൾ പോലെ പോപ്പുലറായ പാട്ടുകൾ ചുരുക്കമായിരുന്നു എന്നും പറയാം. അന്നക്കിളിയിലെ ഒരു പാട്ട് മൂളാത്ത ഒരു തമിഴിനും ഉണ്ടായില്ല അക്കാലത്ത് എന്നതാണ് സത്യം. തമിഴകത്ത് മാത്രമല്ല, അതിർത്തി കടന്ന് ദക്ഷിണേന്ത്യയിൽ ആകെ ഹരമായി മാറി അന്നക്കിളിയിലെ പാട്ടുകൾ. ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ കുറേ സാധാരണക്കാരുടെ കഥയായിരുന്നു അന്നക്കിളി പറഞ്ഞത്. അന്നക്കിളിക്കായി ഇളയരാജ ഈണമിട്ട പാട്ടുകൾ മാത്രമല്ല, റെക്കോർഡിങ്ങും അത്ഭുതം സൃഷ്ടിച്ചതായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും പശ്ചാത്തലത്തിനും അനുയോജ്യമായ സംഗീതം അന്നക്കിളിയെ മറ്റൊരു മാനത്തിലെത്തിച്ചു. തമിഴ് സിനിമയ്ക്ക് അതൊരു പുത്തൻ അനുഭവമായി മാറി. ഈ നാടൻ ശീലികൾ തമിഴർക്ക് എന്ന് ഹരമാണ്. അതുപോലെ നാടൻ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് അന്നക്കിളിയുടെ പശ്ചാത്തലത്തിന് അനുയോജ്യമായ റെക്കോർഡിംഗ് തിയേറ്ററിൽ കേട്ടപ്പോൾ ഇത് മുമ്പെങ്ങും കേൾക്കാത്ത ഒരു സുഖം തമിഴിന് കിട്ടി. പിന്നണി ഗാനാലാപന രംഗത്ത് ഒന്നാം നിരയിൽ എത്താതിരുന്ന S. ജാനകി അന്നക്കിളിയിലെ മച്ചാനെ പാത്തിങ്കള, മലവാഴി തോപ്പുക്കുള്ള എന്നുള്ള പാട്ട് എക്കാലത്തെയും ഹിറ്റാണ്. ഇപ്പോഴും മച്ചാനെ പാത്തിങ്കള நீ பார்த்து சொல்லு வந்தார காணலியே அவர் வந்தார காணலியே மச்சான பாத்தீங்களா மலவாழ தோப்புக்குள்ள மச்சான பாத்தீங்களா மலவாழ தோப்புக்குள்ள குயிலக்கா கொஞ்சம் நீ பார்த்து சொல்லு வந்தார காணலியே ഇപ്പോഴും സൂപ്പർ ഹിറ്റാണ് ആ പാട്ട്. ആ ഗാനത്തോടെ പിന്നണി ഗാനാലാപന രംഗത്ത് ഒന്നാം നിരയിലെത്തി ജാനകിയമ്മ. ജാനകിയമ്മയുടെ രണ്ടാം ജന്മമായിരുന്നു അന്നക്കിളി എന്ന് പറയാം. അതുപോലെ സ്റ്റുഡിയോ ഫ്ലോറുകളിൽ നിന്നും തമിഴ് സിനിമയെ പുറംവാതിൽ ചിത്രീകരണത്തിലേക്ക് കൊണ്ടുപോയ ആളായിരുന്നു ഭാരതിരാജ. എത്ര പടങ്ങൾ അദ്ദേഹം ഗ്രാമങ്ങളിൽ പോയി ചെയ്തത്. ഒരു വലിയ കൂറ്റൻ സെറ്റുകൾ ഇട്ടിട്ട് 10-20 പടിക്കെട്ടുള്ള
2 നില കൂറ്റൻ ബംഗ്ലാവുകളുടെ സെറ്റിട്ട് സ്റ്റുഡിയോ ഫ്ലോറിനകത്തായിരുന്നല്ലോ തമിഴ് സിനിമ ഷൂട്ട് ചെയ്തിരുന്നത്. അവർ ഷൂട്ട് ചെയ്തിട്ട് പോകുമ്പോൾ രാത്രി പോയി മലയാള സിനിമകൾ ആ സെറ്റിൽ തന്നെ അല്പസ്വല്പം മാറ്റം വരുത്തി ഷൂട്ട് ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് ഇവിടെ അല്ല സിനിമ ഉണ്ടാകേണ്ടത്, ഗ്രാമത്തിലാണെന്ന് തെളിയിച്ച ആളാണ് ഭാരതിരാജ. ഇളയരാജ ഒരുക്കിയ ഗാനങ്ങളെ തമിഴൻ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. ഭാരതിരാജയുടെ സിനിമകൾക്ക് വേണ്ടി ഇളയരാജ ഉണ്ടാക്കിയുള്ള പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു എന്ന് പറയാം. 16 വയതിനിലെ എന്ന സിനിമയിൽ ജാനകിയമ്മ പാടിയ സെന്തൂര പൂവേ എന്നുള്ള ഗാനം 1977 സൂപ്പർ ഹിറ്റ് ഗാനമായിരുന്നു. അന്നക്കിളി നിർമ്മിച്ച പഞ്ചു അരുണാചലത്തിൻ്റെ അനുജൻ ലക്ഷ്മണൻ തന്നെ പരസ്യമായി അക്കാലത്ത് ജ്യേഷ്ഠനോട് പറഞ്ഞത്, രാജയ്ക്ക് റീറെക്കോർഡിങ് എന്താണെന്നറിയില്ല, പടം അയാൾ നശിപ്പിച്ച് കളയും അണ്ണാ എന്നായിരുന്നു പഞ്ചു അരുണാചലത്തോട് അദ്ദേഹത്തിൻ്റെ അനുജൻ പറഞ്ഞത്. കാരണം സ്റ്റുഡിയോയിൽ റീറെക്കോർഡിങ് നടക്കുന്ന കേട്ടപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇയാളെന്ന്. കാരണം കർണകഠോരമായ ശബ്ദങ്ങൾ കേട്ടോണ്ടിരുന്നിടത്തുനിന്ന് മാറി ഒരു ഫ്ലൂട്ടോ അതുപോലെ എന്തെങ്കിലും ലളിതമായ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് പടത്തിന് റീറെക്കോർഡിങ് ചെയ്യുന്ന കണ്ടപ്പോൾ അനുജൻ ലക്ഷ്മണന് തോന്നി ഇത് ചേട്ടൻ്റെ പൈസ മുഴുവൻ കളയുന്നു. അയാൾ ചെന്ന് അനുജൻ ചെന്ന് ചേട്ടനോട് പറഞ്ഞു. പക്ഷേ ലക്ഷ്മണൻ്റെ കമൻറ്റ് കേട്ട ഇതേ വർത്തമാനം തന്നെ ഇയാൾ MS വിശ്വനാഥനോട് പറഞ്ഞു. അണ്ണന് തലയ്ക്ക് സുഖമല്ല, അണ്ണ ഒരു ചെറുക്കനെ വിളിച്ചോണ്ടെന്ന് പാട്ട് ചെയ്യിക്കുന്നു, ആ പടം പൊളിയും എന്ന് പറഞ്ഞപ്പോൾ MS വിശ്വനാഥൻ അയാളെ ശാസിച്ചു. അവിടേക്കാണ് MS വിശ്വനാഥനെയൊക്കെ പോലുള്ള വലിയ മനുഷ്യരുടെ മനസ്സിൻ്റെ വലിപ്പം. ആദ്യമായി പടം ചെയ്യുന്ന ഒരാളെപ്പറ്റി ഇങ്ങനെയാണോ പറയുന്നത് എന്നായിരുന്നു MS വിശ്വനാഥൻ ലക്ഷ്മണനോട് ചോദിച്ചത്. രാജയെ എനിക്കറിയാം, അവൻ നന്നായി തന്നെ ചെയ്യും എന്ന് MS വിശ്വനാഥൻ ഉറപ്പ് കൊടുത്തു. കാരണം MS വിശ്വനാഥൻ്റെയും ദേവരായ മാഷിൻ്റെയും സലിം ചൗധരിയുടെയൊക്കെ ട്രൂപ്പിൽ ഒരുപാട് കാലം ഗിത്താർ വായിക്കാനുണ്ടായിരുന്ന ആളായിരുന്നു ഇളയരാജ. അതുകൊണ്ട് തന്നെ അയാളുടെ മിടുക്ക് എനിക്കറിയാമെന്ന് MSV പറഞ്ഞു. തൻ്റെ നിരവധി പാട്ടുകൾക്ക് രാജ ഗിത്താർ വായിച്ചിട്ടുള്ളതിനാൽ ആ കലാകാരൻ്റെ മികവ് MSVക്ക് നന്നായിട്ടറിയാം. GK വെങ്കടേഷ് എന്ന് പറയുന്ന കന്നഡ സംഗീത സംവിധായകനും വേണ്ടി മാത്രം ഇളയരാജ 200-ലധികം സിനിമകൾക്ക് അസിസ്റ്റ് ചെയ്തു. ദേവരാജ മാഷിനും സലിം ചൗധരിക്കും അടക്കം വർഷങ്ങളോളം ഇളയരാജ ഗിത്താർ വായിച്ചു. അതുപോലെ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ നൊട്ടേഷൻ എഴുതാനൊന്നും രാജയ്ക്ക് അറിയില്ലായിരുന്നു. കാരണം 8ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന ഈണം വെച്ച് പാട്ട് ചെയ്യുന്നുള്ളതല്ലാതെ പാട്ടിന് നൊട്ടേഷൻ എഴുതാൻ അറിയില്ലായിരുന്നു. പ്രശസ്ത സംഗീത സംവിധായകനും സംഗീത കലാകാരന്മാരുടെ സംഘടനയുടെ നേതാവുമായിരുന്ന MB ശ്രീനിവാസനാണ് നൊട്ടേഷൻ്റെ പ്രാധാന്യവും റെക്കോർഡിങ്ങിൽ വേഗം പാട്ട് പഠിക്കാനും വാദ്യോപകരണങ്ങൾ വായിക്കാനും നൊട്ടേഷൻ്റെ ആവശ്യം ഇളയരാജയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തത്. മക്കൾ തിലകം MGRൻ്റെ നമ്മുടെ തമിഴ്നാടിൻ്റെ എല്ലാമായിരുന്ന ദൈവതുല്യനായ MGRൻ്റെ സിനിമാ ജീവിതം അസ്തമിക്കുന്ന കാലത്താണ് ഇളയരാജ സംഗീത സംവിധായകനായി എത്തുന്നത്. ഒരൊറ്റ പടത്തിന് വേണ്ടി മാത്രമേ MGRന് വേണ്ടി ഇളയരാജ സംഗീതം നൽകിയുള്ളൂ. ഉന്നൈ വിടമാട്ടേൻ എന്നായിരുന്നു ആ പടത്തിൻ്റെ പേര്. പിടിക്കിറേൻ ഇന്നും പിടിക്കിറേൻ ഉലകമെന്നും പള്ളിയിലെ എന്ന് പറഞ്ഞ പാട്ടായിരുന്നു. ഇൻട്രും പാത്തുകൊണ്ടേയിരിക്കിറേൻ എന്ന് പറയുന്ന പാട്ടായിരുന്നു. പക്ഷേ MGRനായി ഇളയരാജ സംഗീതം നൽകിയെങ്കിലും റെക്കോർഡിംഗ് കഴിഞ്ഞുവെങ്കിലും പടം ചിത്രീകരണം തുടങ്ങും മുമ്പ് തന്നെ അവസാനിച്ചു. കാരണം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ ആ പാട്ട് ഉപയോഗിക്കേണ്ടി വന്നില്ല. അപ്പോൾ MGRൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടിയും ഇളയരാജ സംഗീതം കൊടുത്തില്ല എന്ന് തന്നെ പറയാം. മലയാളത്തിലാണെങ്കിൽ ബാലു മഹേന്ദ്രയുടെ ഓളങ്ങൾ, യാത്ര, 3-ാം പക്കം, മൈ ഡിയർ കുട്ടിച്ചാത്തൻ, സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്, മംഗളം നേരുന്നു, പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്, എൻ്റെ സൂര്യപുത്രയ്ക്ക്, പപ്പയുടെ സ്വന്തം, അപ്പൂസ്, ഗുരു, കാലാപ്പാനി, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, മനസ്സിനക്കരെ, രസതന്ത്രം, വിനോദയാത്ര, അച്ചുവിൻ്റെ അമ്മ, പഴശ്ശിരാജ തുടങ്ങി ഒരുപാട് സിനിമകൾക്ക് ഇളയരാജ മലയാളത്തിൽ സംഗീതം നൽകി. നമ്മുടെ പാച്ചിക്ക എന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന ഫാസിലിൻ്റെയും സത്യനന്ദിക്കാടിൻ്റെയും പ്രിയപ്പെട്ട സംഗീത സംവിധായകനായിരുന്നു ഇളയരാജ. 3 ആഴ്ച കൊണ്ടാണ് ഒരു പടം 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് റീറെക്കോർഡിങ് ചെയ്യുന്ന ആളാണ് ഇളയരാജ. പക്ഷേ 3 ആഴ്ച സമയമെടുത്താണ് കാലാപ്പാനിയുടെ റീറെക്കോർഡിങ് ഇളയരാജ നടത്തിയത്. അതുപോലെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ നിഴൽക്കുത്ത്, അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകൾക്കെല്ലാം MB ശ്രീനിവാസനായിരുന്നല്ലോ സംഗീതം. അദ്ദേഹം നിഴൽക്കുത്ത് എന്ന് പറഞ്ഞ സിനിമ ഇളയരാജയെ കൊണ്ടാണ് പശ്ചാത്തല സംഗീതം നൽകിച്ചത്. മണിരത്ന സംവിധാനം ചെയ്ത എന്നത്തെയും നല്ല സിനിമ എന്ന് പറയാവുന്ന നായകൻ, ഗുണ, മറുപടിയും, ദളപതി, തേവർമകൻ, സ്വാതിമുത്യം, അഞ്ജലി തുടങ്ങി ഇളയരാജ സംഗീതം നൽകിയ വലിയ പടങ്ങൾ എത്ര എന്ന് ചോദിച്ചാൽ ഒരു 10-100 പടങ്ങളെങ്കിലും നമുക്ക് പറയേണ്ടി വരും. സ്വന്തം പ്രാണനേക്കാൾ വലുതായിരുന്നു ഇളയരാജയ്ക്ക് അമ്മ. റെക്കോർഡിങ്ങിനായി പോകുമ്പോഴും തിരിച്ച് മടങ്ങി വരുമ്പോഴും അമ്മയുടെ കാൽ തൊട്ട് വന്നിക്കുക എന്നുള്ളത് രാജയുടെ ശീലമായിരുന്നു. 1990 അമ്മ ചിന്നത്തായി മരിച്ചു. സ്വന്തം ഗ്രാമമായ പണ്ണയപുരത്ത്
ഏക്കർ 5 ഏക്കർ, ഏക്കറല്ല 5 ഏക്കർ സ്ഥലം നിലം വാങ്ങി അവിടെ അമ്മയ്ക്കായി ഒരു സ്മാരകം പണിതു. എല്ലാ വർഷവും ആ സ്മൃതി മണ്ഡപത്തിലെത്തി കുടുംബാംഗങ്ങളോടൊപ്പം സ്മരണാഞ്ജലിയിൽ മുഴുകി, ധ്യാനത്തിൽ മുഴുകി അന്ന് വൈകുന്നതുവരെയും ഇളയരാജ അവിടെ ഇരിക്കും. അന്ന് അവിടെ എത്തുന്ന നാട്ടുകാർക്കെല്ലാം അദ്ദേഹം ധാന്യവും വസ്ത്രവും നൽകും. മണിരത്നത്തിൻ്റെ റോജയിലൂടെയാണല്ലോ റഹ്മാൻ എന്ന വിസ്ഫോടനം നമ്മുടെ തമിഴ് സിനിമയിൽ രൂപപ്പെടുന്നത്. റഹ്മാൻ എന്ന മാന്ത്രിക സംഗീതകാരൻ തമിഴക സിനിമയിൽ പിറവിയെടുത്തിട്ട് ഇപ്പോൾ 32 വർഷമായി. റോജ ഇറങ്ങിയിട്ട് 32 വർഷമായി. 1976 അന്നക്കിളിയിലൂടെ വന്ന ഇളയരാജയുടെ വരവ് സാക്ഷാൽ എം എസ് വിശ്വനാഥനെ പോലും ബാധിച്ചു. പിന്നാലെ വന്ന ഒരു സംഗീതകാരനും ഇളയരാജ എന്ന പ്രതിഭയുടെ മാറ്റിനോടൊപ്പം ഏറ്റുമുട്ടാനായില്ല. അതാണ് സത്യം. എം എസ് വിശ്വനാഥൻ എന്ന് പറഞ്ഞ വലിയ മനുഷ്യനെ അവസരങ്ങളില്ലാതെ ഷെഡിൽ കയറ്റാൻ ഇളയരാജയ്ക്കായി. ഇളയരാജ വലിയ സംഗീത സംവിധാനമായി നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ വന്ന വിദ്യാസാഗർ അടക്കം ഒരുപാട് പേര് വന്ന് സ്വന്തം ഐഡൻറ്റിറ്റി തെളിയിച്ചെങ്കിലും ഇളയരാജയ്ക്ക് ഒരു എതിരാളികളായിരുന്നില്ല അവരാരും. അവിടേക്കാണ് റഹ്മാൻ്റെ പുതിയ സംഗീതത്തിൻ്റെ വരവ്. സത്യസന്ധമായി പറഞ്ഞാൽ ഇളയരാജയുടെ പ്രതാപത്തെ റഹ്മാൻ വീഴ്ത്തി എന്ന് തുറന്നു തന്നെ നമുക്ക് പറയാം. ഇവിടെ ഒരു കഥ പറയാം. ദളപതി എന്ന മണിരത്നം സിനിമയുടെ വിജയാഘോഷം വലിയ വിജയമായിരുന്നല്ലോ. മമ്മൂട്ടി, രജനീകാന്ത് അഭിനയിച്ച ദളപതി മണിരത്നത്തിൻ്റെ. ആ വിജയാഘോഷത്തിലേക്ക് ഇളയരാജയെയും വിളിച്ചിരുന്നു. പക്ഷേ ഇളയരാജ അന്ന് ചെന്നില്ല. പകരം ചെന്നത് അദ്ദേഹത്തിൻ്റെ മകൻ യുവർ ശങ്കർ രാജയായിരുന്നു. സ്റ്റേജിലെ ആദ്യ നിരയിൽ ഇളയരാജയുടെ പേരെഴുതിയ കസേര ഉണ്ടാകും എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല, ഉണ്ടാവുമല്ലോ. അല്ല, രണ്ടാം നിര ഇരിക്കേണ്ട ആളല്ലല്ലോ ഇളയരാജ. അച്ഛൻ്റെ കസേരയിൽ മകൻ അഭിമാനത്തോടെ കയറിയിരുന്നു. ആളറിയാതെയാണോ എന്ന് അറിയില്ല, സംഘാടകരിൽ ആരോ ഒരാൾ വന്ന് യുവാൻ ശങ്കർ രാജയോട് എണീറ്റ് താഴെ പോയി താഴത്തെ നിരയിൽ പോയി ഇരിക്കാൻ പറഞ്ഞു, സദസ്സിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. യുവർ ശങ്കർ രാജ വീട്ടിൽ ചെന്ന് അച്ഛനോട് കാര്യം പറഞ്ഞ് കരഞ്ഞു. അപമാനം കൊണ്ട് ഇളയരാജ ജ്വലിച്ചു. അതിനു മുമ്പ് വേറൊരു കൊച്ചു സംഭവം കൂടെ നടന്നിരുന്നു. മണിരത്നത്തിൻ്റെ വീട്ടിൽ എന്തോ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിലുള്ള സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു വരുത്തിയിരുന്നു. അപ്പോൾ ഒരു ബ്രാഹ്മണ കുടുംബമായതുകൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹം വീട്ടിനകത്തായിരുന്നില്ല ആ ചടങ്ങ് നടത്തിയത്. പുറത്ത് പന്തലിട്ട് അവിടെയായിരുന്നു ചടങ്ങ്. അവിടെയും ഇളയരാജയെയോ ഫാമിലിയെയോ മണിരത്നം വീട്ടിന് ഉള്ളിലേക്ക് ക്ഷണിച്ചില്ല. അതിൻ്റെ ഒരു ചുരുക്ക് ഇളയരാജയുടെ മനസ്സിൽ കിടക്കുമ്പോഴാണ് മകനെ സ്റ്റേജിൽ നിന്ന് ഇറക്കിപ്പെട്ട കഥ അദ്ദേഹം അറിയുന്നത്. ദളപതിയിൽ രജനീകാന്താണോ മണിരത്നമാണോ ഇളയരാജയാണോ സ്കോർ ചെയ്തത് എന്ന് ചോദിച്ചാൽ ആർക്കും വ്യക്തമായി പറയാനാകില്ല. കാരണം ഇതിലാരാണ് അതിൽ മുന്നിട്ട് നിന്നതെന്ന് പറയാൻ കഴിയില്ല. 1991 ദളപതി വന്നത്. അടുത്ത സിനിമയ്ക്കായി മണിരത്നം ഇളയരാജയെ കാണാനായി വീട്ടിൽ ചെന്നു. അനുവാദം തേടാതെ വീട്ടിൽ കയറിയ മണിരത്നത്തെ ഇളയരാജ ഗെറ്റ് ഔട്ട് അടിച്ചു. ഈ നേരത്തെ പറഞ്ഞ രണ്ട് ചുരുക്ക് മനസ്സിൽ കിടക്കുകയാണല്ലോ. ആ മരച്ചുവട്ടിൽ പോയി നിൽക്കി, ഞാൻ വിളിക്കുമ്പോൾ കയറി വന്നാൽ മതിയെന്ന് ഇളയരാജ ആജ്ഞാപിച്ചു. ആരോട്? മണിരത്നത്തിനോട്. അപമാനിക്കപ്പെട്ടിട്ടും മണി ആ മരച്ചുവട്ടിൽ പോയി നിന്നു. അവിടേക്ക് വന്ന കെ ബാലചന്ദർ മരച്ചോട്ടിൽ നിൽക്കുന്ന മണിയോട് കാര്യം തിരക്കി. എന്താ നീ ഇവിടെ നിൽക്കണേ എന്ന് പറഞ്ഞു. അകത്തേരിക്കാത്തെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എന്നെ ഇങ്ങനെ ഇളയരാജ ഗെറ്റ് ഔട്ട് അടിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സാരമില്ല, അദ്ദേഹം വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം വന്ന കാറിൽ തന്നെ മണിരത്നത്തിനെ കൂട്ടി തിരിച്ചുപോയി. നീ ഒരു കലാകാരൻ, അയാളും ഒരു കലാകാരൻ, നമുക്ക് പുതിയൊരാളെ കണ്ടെത്താം. ഞാൻ ചെയ്തിട്ടുള്ള അടക്കം, അല്ലെങ്കിൽ മണിരത്നം ചെയ്തിട്ടുള്ള അടക്കം ഒരുപാട് പരസ്യങ്ങൾക്ക് ജംഗിൾസിന് മ്യൂസിക് കൊടുത്ത ആളാണല്ലോ. കീബോർഡിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ആ മീശ വിളക്കാത്ത പയ്യൻ ദിലീപ്. ആ പയ്യനെ വിളിച്ച് അടുത്ത സിനിമയ്ക്ക് പാട്ട് ചെയ്യാൻ നീ കൊടുക്കുക. ഇവിടേക്കാണ് ഓരോ നിമിത്തങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ പ്രിയദർശൻ്റെ ഏതൊരു പടത്തിൻ്റെ റെക്കോർഡിങ് നടക്കുന്നിടത്ത് റെക്കോർഡിങ്ങിന് തൊട്ട് മുമ്പ് യേശുദാസും മ്യൂസിക് ഡയറക്ടർമാരൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. പ്രിയൻ അവിടെ ഇരുന്നപ്പോൾ കൂളായിട്ട് യേശുദാസ് പറഞ്ഞു ഇറങ്ങി പുറത്തു പോകാൻ. അവിടെയാണല്ലോ MG ശ്രീകുമാർ എന്ന് പറഞ്ഞ സംഗീത ഗായകൻ്റെ പിറവി. കാരണം ആ സിനിമയുടെ സംവിധായകനോട് ഇറങ്ങിപ്പോകാൻ പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ യേശുദാസ് പറഞ്ഞു, അയാൾ ഇവിടെ ഇരിക്കണ്ട, നമ്മൾ സംഗീതം നോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ മാത്രം എടുത്താൽ മതി, എണീറ്റ് പോകാൻ പറയും. അന്ന് പ്രിയൻ ഒരു തീരുമാനം എടുത്താണല്ലോ. പിന്നെ ഒരുപാട് കാലം പ്രിയദർശൻ്റെ സിനിമകളിൽ യേശുദാസ് പാടിയില്ല. പകരം MG ശ്രീകുമാർ എന്ന് പറഞ്ഞ നവാഗതനെ വെച്ച് പാടിച്ച് സൂപ്പർ ഹിറ്റായ പാട്ടുകളും സൂപ്പർ ഹിറ്റായ സിനിമകളും ഉണ്ടാക്കാൻ MS വിശ്വനാഥനായി, അല്ല പ്രിയദർശനായി. അതുപോലെ തന്നെയാണ് മണിരത്നത്തിനും റഹ്മാനെ കിട്ടിയത്. കാരണം മരച്ചൂട്ടി പോയി നിൽക്കാൻ ഗെറ്റ് ഔട്ട് അടിച്ച ഇളയരാജയുടെ ഏതോ ഒരു മോശ സമയത്തായിരിക്കും അത്, അല്ലെങ്കിൽ അതൊരു നിമിത്തമായിരിക്കാം. ഇതൊക്കെ നിമിത്തം എന്ന് പറയുന്നതാണ് നല്ലത്. കാരണം
ഇളയരാജ അങ്ങനെ പിണങ്ങാനും മണിരത്നത്തിനോട് ഇങ്ങനെ പറയാനും അവിടേക്ക് കെ ബാലചന്ദർ വരാനും നിൻ്റെ പരസ്യത്തിലടക്കം മ്യൂസിക് ചെയ്യുന്ന ആ മീശ മുളയ്ക്കാത്ത പയ്യനെ കൊണ്ട് ചെയ്യിക്കുക എന്ന് പറഞ്ഞെടുത്തതാണ് റോജ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ദിലീപ് എന്ന് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്ന AR റഹ്മാൻ എന്ന് പറഞ്ഞ സംഗീത സംവിധായകൻ്റെ തുടക്കം. ചിന്ന ചിന്ന ആശൈ ചിറകടിക്കും ആശൈ എന്നുള്ള ആ ഒറ്റ ഗെറ്റ് ഔട്ടിൽ ഒരു തരംഗമെത്തി. പിന്നെ അത് തുടർച്ചയായ തരംഗമായി മാറി. റഹ്മാൻ തരംഗത്തിൽ പിടിച്ചു നിൽക്കാൻ ആയില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഇശൈജ്ഞാനിയുടെ ഇരിപ്പിടത്തിന് വല്ലാത്ത ഇളക്കം തട്ടി എന്നുള്ളത് സത്യസന്ധമായ നിരീക്ഷണമാണ്. സ്ലം ഡോഗ് മില്യനിലൂടെ റഹ്മാൻ സംഗീതത്തിന് ഓസ്കാർ കൂടി നേടിയതോടെ ഇളയരാജയുടെ യുഗം അവസാനിച്ചു എന്ന് പറയാം. ജയിലറൊക്കെ ചെയ്ത അനിരുദ്ധ് രവിചന്ദ്രൻ അടക്കം എത്തിയതോടെ ഇപ്പോൾ പുതിയ തലമുറയിലെ ഈ പറയുന്ന അനിരുദ്ധനാണല്ലോ ഇപ്പോഴത്തെ സ്റ്റാരം. അപ്പോൾ അയാളും കൂടി എത്തിയതോടുകൂടി ഇളയരാജയുടെ പഴയ പഞ്ച് ഇല്ലാണ്ടായി എന്ന് തന്നെ പറയാം. ഇപ്പോൾ രജനീകാന്തിൻ്റെ കൂലി എന്ന സിനിമയ്ക്കായി, പുതിയ വരാൻ പോകുന്ന കൂലി എന്ന് പറഞ്ഞ സിനിമയ്ക്കായി അനിരുദ്ധ് ഇളയരാജയുടെ ഒരു പാട്ട് കടമെടുത്തു. അത് നിർമ്മാതാവിൻ്റെ നിന്ന് റൈറ്റൊക്കെ വാങ്ങിയിട്ടാണ് എടുത്തത്. പക്ഷേ അതിൻ്റെ പേരിൽ കൂലിയുടെ സംവിധായകനായ ലോകേഷ് കനകരാജിനും സംഗീത സംവിധായകൻ അനിരുദ്ധനും സൺ ടി വിക്കും രജനീകാന്തിനും ഒക്കെ എതിരായിട്ട് കോപ്പിറൈറ്റ് ആക്ട് 1957 പ്രകാരം ഇളയരാജ വക്കീൽ നോട്ടീസ് അയച്ച് വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് പ്രശ്നം. അദ്ദേഹം ആലോചിക്കണമായിരുന്നു, ഞാൻ സംഗീത രംഗത്ത് വന്ന് ഇത്രയും പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കി, അപ്പോൾ ഞാൻ സംഗീതം കൊടുത്തൊരു പാട്ട് അതിൻ്റെ നിർമ്മാതാവിൻ്റെ നിന്ന് റൈറ്റ് വാങ്ങി സൺ ടി വി പോലൊരു നിർമ്മാണ കമ്പനി ആ സിനിമയുടെ നിർമ്മാതാവിന് കാശ് കൊടുത്തിട്ടായി റൈറ്റ് വാങ്ങിയത്. പക്ഷേ ആ പാട്ട് എൻ്റെ സമ്മതമില്ലാതെ ചെയ്യാൻ പാടില്ല, ഒന്നുകിൽ എൻ്റെ പെർമിഷൻ വാങ്ങണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം. ഇതാണ് വക്കീൽ നോട്ടീസ്. വലിയ വിവാദമാണ് തമിഴ്നാട്ടിൽ. ഇപ്പോൾ അതൊരു വലിയ വാർത്തയാണ്. ഇതിൻ്റെ പിന്നാലെ മറ്റൊരു തർക്കത്തിൽ മദ്രാസ് ഹൈക്കോടതിയുടെ നല്ലൊരു ശകാരം കൂടി ഇളയരാജ കേൾക്കേണ്ടി വന്നു. ഇളയരാജ സംഗീതം നൽകിയ 4500 പാട്ടുകളുടെ റൈറ്റ്സ് എക്കോ എന്ന് പറഞ്ഞൊരു കാസറ്റ് കമ്പനിയാണ് വാങ്ങിയിട്ടുള്ളത്. നിർമ്മാതാക്കളിൽ നിന്നാണല്ലോ വാങ്ങുന്നത്. ഇളയരാജയ്ക്കെതിരെ ഇപ്പോൾ എക്കോ കമ്പനി കൊണ്ടുവന്ന് കേസ് കൊടുത്തു. ഇതെൻ്റെ പാട്ടാണ്, ഇതിൻ്റെ റൈറ്റ്സ് എനിക്കാണ് എന്നാണ് ഇളയരാജയുടെ വാദം. കോടതി ആ വാദം 100% തള്ളി എന്നുള്ളതാണ് രസം. എല്ലാവർക്കും മുകളിലാണ് താങ്കൾ എന്ന് ധരിക്കേണ്ട എന്നാണ് മദ്രാസ് ഹൈക്കോടതി ഇളയരാജയോട് പറഞ്ഞത്. ഒരു പാട്ടുണ്ടായാൽ അത് ഇളയരാജയുടേത് മാത്രം എന്ന് നിങ്ങൾ ധരിക്കരുത്. വരികളില്ലാതെ താങ്കൾക്ക് പാട്ടുണ്ടാക്കാനാകുമോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. നല്ല ശബ്ദത്തിൽ ആ പാട്ട് ഒരാൾ പാടാതെ അത് നല്ല പാട്ടാകുമോ എന്നും ഹൈക്കോടതി ചോദിച്ചു. ജസ്റ്റിസ് R മഹാദേവൻ, ജസ്റ്റിസ് മുഹമ്മദ് സാദിഖ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇളയരാജയോട് ഈ ചോദ്യം ചോദിച്ചത്. ഒരു പാട്ടുണ്ടാവണമെങ്കിൽ വേഴാമ്പൽ കേണു എന്ന് പറഞ്ഞ് ONV കുറുപ്പ് സാർ എഴുതി കൊടുത്തില്ലെങ്കിൽ ഓളങ്ങളിലെ പാട്ടെങ്ങനെ ഉണ്ടാവും? അത് യേശുദാസിനെ പോലെ ഒരു അത്ഭുത ശബ്ദമുള്ള ഒരു മനുഷ്യൻ പാടിയില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഇളയരാജയുടെ സംഗീതം കൊണ്ട് മാത്രമല്ലല്ലോ ആ പാട്ട് നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഞാൻ എല്ലാവർക്കും മുകളിലാണ്, ഒരു പാട്ടുണ്ടായാൽ അതിൻ്റെ റൈറ്റ് എനിക്ക് മാത്രമാണെന്നാണ് അദ്ദേഹം കേസ് കൊടുക്കാൻ ചെന്നത്. പക്ഷേ കോടതി ഗെറ്റ് ഔട്ട് അടിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. ഒരു പാട്ട് ഒരാളിൻ്റേത് മാത്രമല്ല, മറ്റുള്ളവർക്കുള്ള അവകാശമേ നിങ്ങൾക്കും ഉള്ളൂ എന്നാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത്. ഇളയരാജയുടെ വാ അടപ്പിച്ച കോടതിയുടെ നിരീക്ഷണമാണിത്. ഈണത്തെ പോലെ തന്നെ വരിക്കും പ്രാധാന്യമുണ്ട് എന്ന് ബുദ്ധിയുള്ളവർക്ക് അറിയാമെന്നാണ് തമിഴിലെ പ്രശസ്തനായ ഗാനരചയിതാവ് വൈരമുത്ത് പറഞ്ഞത്. ഈണത്തെ പോലെ തന്നെ വരികൾക്കും പ്രാധാന്യമുണ്ടെന്ന് ബുദ്ധിയുള്ളവർക്കറിയാം. അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ടോണ്ട് തന്നെ ഇളയരാജയുടെ അനുജൻ ഗംഗയമരൻ ഭീഷണി മുഴക്കി, നല്ല കവിയാണ് പക്ഷേ നല്ല മനുഷ്യനല്ല വൈരമുത്തു എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഇനിയും പറഞ്ഞാൽ അനന്തരഫലം കടുത്തതായിരിക്കുമെന്ന് ഭീഷണിപ്പെടുത്താനും എന്താ പറയുക, ഇദ്ദേഹം നമ്മുടെ ഗംഗയമരൻ മുതിർന്നു എന്നുള്ളതാണ് രസം. വർഷത്തിൽ 50 സിനിമയ്ക്ക് വരെ സംഗീതം നൽകുന്ന ഇളയരാജയ്ക്ക് പ്രസാദ് സ്റ്റുഡിയോയിൽ വലിയൊരു ഹാള് വാടക വാങ്ങാതെ ഫ്രീ ആയിട്ട് LV പ്രസാദ് സാർ കൊടുത്തു. അദ്ദേഹം ബുദ്ധിമാനായിട്ടായിരിക്കും. കാരണം വർഷത്തിൽ 50 സിനിമയൊക്കെ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ഒരാളാവുമ്പോൾ പ്രസാദിൻ്റെ ഒരു തിയേറ്റർ ഫുൾ അദ്ദേഹം തന്നെ ഉപയോഗിക്കുമെന്ന് കണ്ടപ്പോൾ ഒരു നില ഇദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോൾ അവിടെ സ്വാഭാവികമായും രാജയുടെ പടങ്ങളുടെ റെക്കോർഡിംഗ് പ്രസാദിലാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. വർഷങ്ങൾക്കിപ്പുറം പ്രസാദ് സ്റ്റുഡിയോ ഉടമ LV പ്രസാദ് മരണപ്പെട്ടു. വസ്തുവകകൾ അദ്ദേഹത്തിൻ്റെ മക്കൾക്കായി വീതം വെച്ചു. അതിൽ എനിക്ക് തോന്നുന്നു ഈ പ്രസാദ് സ്റ്റുഡിയോ അടക്കമുള്ള സ്ഥലം രമേഷ് എന്ന് പറഞ്ഞ പ്രസാദ് സാറിൻ്റെ മകനാണ് കിട്ടിയത്. രമേഷ് സാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ വസ്തുവകളെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു മകൻ എഴുതി കൊടുത്തു. അപ്പോൾ ആ റൈറ്റ്സ് കിട്ടിയ മകൻ ഇളയരാജയോട് പ്രസാദിലെ മുറികൾ വിടാൻ ആവശ്യപ്പെട്ടു.
പക്ഷേ ഇളയരാജ വിട്ടില്ല. ഇവിടേക്കാണ് ഒരു എന്താ പറയുക, റോഡിലിരുന്ന് പാടി തുടങ്ങിയ ആളാണെങ്കിൽ പോലും ദൈവം അറിഞ്ഞ് കോടാനുകോടി കൊടുത്താലും ചിലരുടെ സ്വഭാവത്തിൽ മാറ്റം വരില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുറി വിട്ടുകൊടുത്തില്ല. പകരം കേസ് കൊടുത്തു. കേസ് വിധിക്കുന്നതിന് മുമ്പായി, അവസാനമായി കോടതി വിധി പറയുന്നതിന് മുമ്പായിട്ട് ഇളയരാജ പറഞ്ഞു, ഞാനതങ്ങ് വിട്ടുകൊടുക്കാം, പക്ഷേ എനിക്ക് ഒരേ ഒരു നാൾ അവിടെ ഇരുന്ന് ധ്യാനിക്കണം. ഞാൻ ഇത്രയും വർഷങ്ങൾ ഇരുന്ന സ്റ്റുഡിയോ അല്ലേ, അവിടെ ഇരുന്ന് എനിക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ അനുവദിക്കണമെന്ന് കോടതിയോട് പറഞ്ഞു. കോടതി അനുവദിച്ചു. ഇത് വെണ്ട കൃഷി ചെയ്യാനായിട്ട് ഒരാൾ എഗ്രിമെൻ്റ് എഴുതിയ ആധാരം എഴുത്തുകാരനോട് കാര്യം പറഞ്ഞു, എങ്ങനെയല്ലോ ഒന്ന് കുരുക്കി തരണം. അയാൾ എന്ന് വെച്ചാൽ വെണ്ട കൃഷി എന്നുള്ളതിന് വേണ്ട കൃഷി എന്നെഴുതി കൊടുത്തു. ഈ വെണ്ട കൃഷിക്ക് വാങ്ങിച്ച സ്ഥലത്ത് വാങ്ങിയവൻ തേക്ക് നട്ടു. അപ്പോൾ വെണ്ട കൃഷി ചെയ്ത് ആദായം എടുത്തിട്ട് മാറിക്കൊടുക്കാമെന്നാണല്ലോ എഴുതി വയ്ക്കുന്നത്. പക്ഷേ എഴുതി കൊടുത്തവൻ വേണ്ട കൃഷി എന്ന് എഴുതിയപ്പോൾ ഈ തേക്ക് വളർന്ന് മുറിക്കാവുന്ന വർഷം കഴിഞ്ഞേ മാറിക്കൊടുക്കേണ്ട കാര്യമുള്ളൂ. 10-40 വർഷം അപ്പോൾ വസ്തു അയാളുടെ കയ്യിലിരിക്കുമെന്ന് പറഞ്ഞതുപോലെ എനിക്ക് ഒരു ദിവസം, ഞാൻ ഇത്രയും വർഷം ഉപയോഗിച്ച സ്റ്റുഡിയോയ്ക്കകത്തിരുന്ന് ഒരു ദിവസം ധ്യാനിക്കാൻ അവസരം തരണം എന്ന് പറഞ്ഞപ്പോൾ കോടതി അനുവദിച്ചു. പക്ഷേ ഏത് ദിവസം ഇരുന്ന് ധ്യാനിക്കുമെന്നുള്ളത് പറഞ്ഞില്ല. അപ്പം മുറി കഴിയാൻ പറയുമ്പോഴൊക്കെ എനിക്ക് കോടതി ഉത്തരവുണ്ട്, എനിക്കൊരു ദിവസം അവിടെ ഇരുന്ന് ധ്യാനിക്കണം, ആ ധ്യാനം കഴിഞ്ഞിട്ടേ ഞാൻ മാറി തരുള്ളൂ എന്നായി ഇദ്ദേഹം. പക്ഷേ ഈ പ്രസാദിൻ്റെ അനന്തരാവകാശികൾക്ക് മനസ്സിലായി ഇതൊരു കുരുക്കാണെന്ന്. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ വേറെ ഒന്നും മിണ്ടിയില്ല. ഇളയരാജയുടെ ഹാളിലിരുന്ന കൂടും കുടുക്കയൊക്കെ എടുത്ത് ഗിത്താറും തവലയും ഹാർമോണിയും എല്ലാം കൂടെ എടുത്ത് ഒരു മൂലയിൽ വാരിയിട്ടിട്ട് ആ ഫ്ലോറെ അങ്ങ് ഇടിച്ചു മാറ്റിക്കളഞ്ഞു. ഇതൊന്നും അറിയാതെ ഒരു ദിവസം ധ്യാനിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ അങ്ങനെ ഒരു സ്ഥലമേ അവിടെ ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് എന്താ പറയുക അടികൾ കിട്ടിയിട്ടുള്ള ആളാണ് ഇളയരാജ. എന്നിട്ടും അദ്ദേഹം പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കൂലി എന്ന് പറഞ്ഞ രജനീകാന്തിൻ്റെ പടത്തിൽ, അല്ലെങ്കിൽ രജനീകാന്തിൻ്റെ പടത്തിലൊക്കെ എത്ര സിനിമകൾക്ക് പാട്ട് ചെയ്ത ആളാണല്ലോ ചോദിക്കുക. ഇദ്ദേഹത്തിന് അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. മദ്രാശിയിലെത്തിയ കാലം മുതൽ എടാ പോടാ സുഹൃത്തുക്കളായിരുന്നു ഇളയരാജയും SP ബാലസുബ്രഹ്മണ്യവും. SPBയുടെ ഒരു വിദേശ പ്രോഗ്രാം, തൻ്റെ പാട്ടുകൾ പാടുന്നുവെങ്കിൽ കോപ്പി റൈറ്റ് ഉണ്ട് എന്ന് SPBക്ക് ഇദ്ദേഹം കത്തയച്ചു, മെയിലയച്ചു. അപ്പോൾ രസം എന്താണെന്ന് വെച്ചാൽ SP ബാലസുബ്രഹ്മണ്യം പാടുന്ന ഒരു 30 പാട്ടാണെങ്കിൽ 29 ഇളയരാജ സംഗീതം കൊടുത്തതാണ്. അപ്പോൾ ഗാനമേള പൊളിയും, അല്ലെങ്കിൽ എത്രയോ ലക്ഷം രൂപ കോപ്പി റൈറ്റ് കൊടുക്കണം. അങ്ങനെ മനസ്സുകൊണ്ട് എന്താ പറയുക SPBയും ഇളയരാജയുമായിട്ട് അകന്നു. ഗംഗെ അമരം പോലും ചേട്ടൻ്റെ പക്ഷത്തായിരുന്നില്ല. SPBയോട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള പക്ഷത്തായിരുന്നു ഗംഗെ അമരൻ. പരസ്യമായിട്ട് തന്നെ ഗംഗെ അമരൻ ചേട്ടനെ വിമർശിക്കുക പോലും ചെയ്തു. എന്നാൽ ഇളയരാജ വഴങ്ങിയില്ല. അതിനുശേഷം അവർ മാനസികമായി അടുത്തില്ല. എന്നാൽ SP ബാലസുബ്രഹ്മണ്യം കൊറോണ ബാധിച്ച് മരണക്കിടക്കയിലായപ്പോൾ ഇളയരാജ അത് കാണുന്നവരുടെയൊക്കെ മനസ്സിനെ നോവിക്കുന്ന തരത്തിലുള്ളൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. നിങ്ങൾ കണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഡാ ബാലു, എണീറ്റ് ബാ, ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ്, വേഗം വരണം നീ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞോ എന്ന് ചോദിച്ചാൽ കരഞ്ഞില്ല. എന്നാൽ നമുക്ക് കരച്ചിൽ വരും അത് കണ്ടാൽ. അങ്ങനെ അവരുടെ ആ ഒരു ആത്മബന്ധത്തിൻ്റെ ഇഴയെടുപ്പം ആ വീഡിയോയിലൂടെ ഇളയരാജ പുറത്തുവിട്ടു. പക്ഷേ SPB പോയി. സഹോദരിയുടെ മകളായിരുന്നു ഇളയരാജയുടെ ഭാര്യ ജീവ. മദ്രാസിൽ അങ്ങനെയാണല്ലോ. ഇവിടെ നമ്മൾ മാമനെ കല്യാണം കഴിക്കില്ല, പക്ഷേ തമിഴ്നാട്ടിൽ മാമനെ വിളിക്കുന്ന മച്ചാന്നല്ലേ. അങ്ങനെ സഹോദരിയുടെ മകൾ ജീവയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. മകൻ യുവർശങ്കർ രാജ മുസ്ലിം മതം സ്വീകരിച്ചു. മകൾ ഭവതാരിണി സിംഗപ്പൂരിൽ വെച്ച് ക്യാൻസർ രോഗബാധിതയായി. അതും ഇളയരാജ ഇവിടെ സിലോണിൽ, ശ്രീലങ്കയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഇളയരാജ ഉള്ളപ്പോൾ ശ്രീലങ്കയിൽ വെച്ചാണ് ഭവതാരിണി മരിക്കുന്നത്. എല്ലാം ഇങ്ങനെ എന്താ പറയുക, ദൈവം അറിഞ്ഞ ആയിരക്കണക്കിന് കോടികൾ സമ്പന്നതയും പ്രശസ്തതയും ഒക്കെ കൊടുത്തിട്ട് പോലും അടിക്കടി നോവുന്ന അനുഭവങ്ങൾ കിട്ടിയിട്ടും ഇളയരാജ പഠിക്കില്ല എന്നതാണ് മദ്രാസ് ഹൈക്കോടതിയുടെ പുതിയ നിരീക്ഷണത്തിലൂടെ നമ്മൾ വായിക്കേണ്ടത്. അടിപൊളി വേഷ സംവിധാനങ്ങൾ നമ്മളിപ്പോൾ കാണുമ്പോൾ ഒരു മുനിവര്യനെ പോലെ വെള്ള ജുബയും വെള്ളമുണ്ടും ഇടതുവാക്കിനടുത്ത് വെള്ളമുണ്ടും ഒരു ഷാള്, തമിഴിൻ്റെ സ്ഥിരം സ്റ്റൈലിലുള്ള ഒരു ഷാളും പുതച്ചാണല്ലോ ഇളയരാജ നടക്കുന്നത്. അവിടെ പൊടിച്ച് നിൽക്കുന്ന താടിയും നരച്ച താടിയും ഒക്കെ ആയിട്ട് വലിയ ഭസ്മക്കുറിയൊക്കെ ഇട്ട് ഒരു സന്യാസി തുല്യനായാണ് ഇപ്പോൾ അദ്ദേഹം ജീവിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഒരു കാലത്ത് അടിപൊളി വേഷങ്ങളും മദ്യപാന സദസ്സുമൊക്കെ ഉള്ള ആളായിരുന്നു. ഒരു കാലത്ത് അങ്ങനെ ജീവിച്ച മനുഷ്യനാണ്. പക്ഷേ ഇപ്പോൾ താപസതുല്യനായാണ് ഇളയരാജ ജീവിക്കുന്നത്. രജനീകാന്തിൻ്റെ പാർട്ടികളിലെ ഒരു കാലത്ത് രജനീകാന്ത് ഒരുപാട് വഴിവിട്ട് ജീവിച്ച ആളായിരുന്നു. ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ കണ്ണാടിച്ചില് വരെ അടിച്ചു പൊട്ടിച്ച കാലമുണ്ടായിരുന്നു. ആ രജനീകാന്താണോ ഇപ്പോഴത്തെ രജനീകാന്ത് നമുക്ക് അത്ഭുതം തോന്നും. അപ്പോൾ രജനീകാന്ത് നിരന്തരമായി ഓരോ കാരണങ്ങൾ പറഞ്ഞ് പാർട്ടി നടത്തുമായിരുന്നു. ആ പാർട്ടി നടക്കുന്നിടത്തെല്ലാം
നിറസാന്നിധ്യമായിരുന്നു ഇളയരാജ. ഭാരതരാജയ്ക്കും ഇളയരാജയ്ക്കും വേണ്ടി രജനീകാന്ത് ഒരിക്കൽ ഒരു പാർട്ടി നടത്തി. പക്ഷേ ആ പാർട്ടി തുടങ്ങിയിട്ടും വൈകിയാണ് രജനീകാന്തിന് ഏതോ ഷൂട്ടിങ്ങോ എന്തോ ഉണ്ടായിരുന്നിരിക്കാം, വൈകിയാണ് രജനീകാന്ത് എത്തുന്നത്. പക്ഷേ അവിടെ എത്തുമ്പോൾ, പാർട്ടി നടക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ രജനീകാന്ത് കാണുന്നത് ഭാരതരാജ അടിച്ച് പിമ്പിരിയായി നിൽക്കുന്നതാണ്. എന്താ വൈകിയത് എന്നുള്ളതിൽ പിടിച്ച് ഭാരതരാജ ഇളയരാജയോട് ചൂടായി. രജനിയെ ഭാരതരാജ തല്ലി. അന്ന് ഇളയരാജ ഒരു തീരുമാനമെടുത്തു, ഇനി ജീവിതത്തിൽ മദ്യപിക്കില്ല. അചഞ്ചലമായിരുന്നു ആ തീരുമാനം. ഭാരതരാജയെ പോലെ രജനീകാന്ത് വിളിച്ചിട്ട് വന്ന ഒരു പാർട്ടിക്ക് രജനീകാന്ത് വരാൻ അല്പം ലേറ്റായതിൻ്റെ പേരിൽ മദ്യപിച്ച് മതോന്മത്തനായി നിന്ന ഭാരതരാജ ആ ഫംഗ്ഷൻ നടത്തുന്ന രജനീകാന്തിനെ തന്നെ തല്ലി എന്ന് കണ്ടപ്പോൾ എന്തോ ഇനി ഇത് നമുക്ക് പറ്റിയതല്ല എന്ന് ഇളയരാജയ്ക്ക് തോന്നുകയും അദ്ദേഹം മദ്യപാനം തന്നെ പൂർണ്ണമായി അവസാനിപ്പിച്ചു. രജനീകാന്തുമായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം ആകുന്നു. നിങ്ങൾക്ക് സിനിമകൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് കമൽഹാസൻ്റെ സിനിമകൾക്ക് പാട്ട് ചെയ്യാനാണ് ഇഷ്ടം. രജനിയോട് എന്തോ ഒരു മാനസികമായ അകൽച്ചയുണ്ടായിരുന്നു. എന്നാൽ കമൽഹാസനുമായിട്ട് നല്ല ബന്ധവുമായിരുന്നു. രജനി പുതിയ വഴികൾ തേടി പുതിയ സംഗീത സംവിധായകന്മാരെ കണ്ടു. ഇപ്പോൾ അൻപത്തിലെത്തി നിൽക്കുന്ന രജനീകാന്തിൻ്റെ സിനിമകൾ. രജനിയുടെ വള്ളി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കാർത്തിക് രാജയായിരുന്നു സംഗീതം കൊടുത്തത്. പക്ഷേ ഇളയരാജയുടെ പേരാണ് വച്ചിരുന്നത്. എന്നുള്ളേ എന്ന് പറഞ്ഞൊരു ഗാനം അതിലെ സൂപ്പർ ഹിറ്റായി. രജനി പരസ്യമായി രജനീകാന്ത് പറഞ്ഞു, ഈ പാട്ട് ചെയ്തത് ഇശൈ ജ്ഞാനിയുടെ മകൻ കാർത്തിക് രാജയാണെന്ന് പുറത്തുവിട്ടു. അല്ല, ഇത് ഇളയരാജയുടെ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കരുണാനിധി നൽകിയ പേരാണ് ഇശൈ ജ്ഞാനി. രാഗദേവൻ, ഇസൈ ചക്രവർത്തി, നാദകലാ ജ്യോതി എന്നൊക്കെ അറിയപ്പെട്ടുവെങ്കിലും കരുണാനിധി നൽകിയ ഇസൈ ജ്ഞാനി എന്ന പേരായിരുന്നു ഇളയരാജയ്ക്ക് പ്രിയപ്പെട്ടത്. 2003 BBC 155 രാജ്യങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പോപ്പുലർ പോൾ നടത്തി. 155 രാജ്യങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പോളാണ് BBC നടത്തിയത്. ഇളയരാജ ഈണ നൽകി. SPBയും മരിച്ചുപോയ സ്വർണ്ണലതയും പാടിയ ദളപതിയിലെ രാക്കമ്മ കയ്യിൽ തട്ട് എന്നുള്ള ഗാനം ലോകത്തിലെ എക്കാലത്തെയും മികച്ച 100 ഗാനങ്ങളിൽ 4ാമത്തെ സ്ഥാനം നേടിയെടുത്തു. ആലോചിച്ച് നോക്കിയേ, 155 രാജ്യങ്ങളിൽ നടത്തിയ പോളിൽ ലോകത്തെ ഏറ്റവും ബെറ്ററായ 100 പാട്ടുകൾ സെലക്ട് ചെയ്തപ്പോൾ അതിൽ 4ാം സ്ഥാനം കിട്ടിയത് ഈ റാക്കമ്മ കയ്യിൽ തട്ട് എന്നുള്ള പാട്ടിനായിരുന്നു. ഇളയരാജയ്ക്ക് ലഭിച്ച ആദ്യത്തെ സാർവദേശീയ അംഗീകാരമാണിത്. 1986 സിന്ധുഭൈരവി, 1984 സാഗര സംഗമം, 1989 രുദ്രവീണ, 2010 പഴശ്ശിരാജ തുടങ്ങി 6 സിനിമകൾക്ക് ദേശീയ അവാർഡ്. 6 തവണ ഇളയരാജ ദേശീയ അവാർഡ് വാങ്ങി. 16 തവണ മദ്രാസിൽ തമിഴ്നാട് സർക്കാരിൻ്റെ അവാർഡ് വാങ്ങി. 2005 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. 2021 പത്മഭൂഷൺ നൽകി ആദരിച്ചു. 1995 കേരളത്തിൽ നിന്നും, 1988 മധ്യപ്രദേശിൽ നിന്നും, 1988 തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നും പാട്ടിനുള്ള സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് ഇളയരാജ നേടി. കലൈമാമണി അവാർഡ് തമിഴ്നാട് അണ്ണാമലൈ യൂണിവേഴ്സിറ്റി, മധുര കാമരാജ് യൂണിവേഴ്സിറ്റി, അമേരിക്കയിലെ അരിസോണ വേൾഡ് യൂണിവേഴ്സിറ്റി, ഈ 3 യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഇളയരാജയ്ക്ക് ഡോക്ടറേറ്റ് ലഭിച്ചു. ലണ്ടനിലെ റോയൽ ഫിൽ ഹാർമോണിക് ഓർക്കസ്ട്രേഷൻ സിംഫണി അവതരിപ്പിച്ചു. ഏക ഏഷ്യക്കാരനാണ് ഈ പറയുന്ന ഹാർമോണിക് ഓർക്കസ്ട്രയിൽ സിംഫണി അവതരിപ്പിച്ച ഏക ഏഷ്യക്കാരനാണ് ഇളയരാജ. അതുപോലെ ഹൗ ടു നെയിം ഇറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൽബം ലോകം മുഴുവൻ പ്രചാരം നേടി. അതുപോലെ അദ്ദേഹം ആരാധിക്കുന്ന ഗുരുവാണ് രമണ മഹർഷി. രമണ മഹർഷിയുടെ തിരുവാസകം എന്ന് പറഞ്ഞ ഭക്തി കാവ്യം അദ്ദേഹം ആൽബമായിട്ട് ഇറക്കി. അതിൻ്റെ മുഴുവൻ ചിലവും ആ ആൽബം നിങ്ങൾ വാങ്ങി കണ്ടു നോക്കണം, എത്ര ലക്ഷം രൂപ ചിലവായി കാണുമെന്ന്. തിരുവാസകം എന്ന് പറഞ്ഞ ആ ഭക്തി കാവ്യം സ്വന്തം ചിലവിൽ ആൽബമായിട്ട് ഇളയരാജ ഇറക്കി. നത്തിങ് ബട്ട് വിൻഡ് എന്ന് പറഞ്ഞ ഓടക്കുഴൽ മാന്ത്രികൻ ഹരിപ്രസാദ് ചൗരസിയുടെ ഫ്ലൂട്ട് വായനയെ സമാഹരിച്ചുകൊണ്ട് അദ്ദേഹം വേറൊരു ആൽബം ഇറക്കി. അതുപോലെ പഞ്ചമുഖി എന്ന പുതിയ ഒരു രാഗം ഇളയരാജ കണ്ടുപിടിച്ചു. നാടോടി തെണ്ടൽ എന്ന സിനിമയ്ക്ക് കഥയും ഗാനങ്ങളും എഴുതി സംഗീത സംവിധാനവും നിർവഹിച്ചു ഇളയരാജ. അതുപോലെ പാലവർ ക്രിയേഷൻസും ഇളയരാജ ക്രിയേഷൻസും എന്ന് പറഞ്ഞ 2 സിനിമാ നിർമ്മാണ കമ്പനികൾ ഇളയരാജയ്ക്കുണ്ടായിരുന്നു. രജനീകാന്ത് നായകനായ രാജാതിരാജയും കമൽഹാസൻ്റെ ശിങ്കാരിവേലനും പ്രൊഡ്യൂസ് ചെയ്തത് ഇളയരാജയായിരുന്നു. ഓസ്കർ അവാർഡ് നേടിയ റഹ്മാനെ ആദരിക്കുന്ന വേദിയിൽ റഹ്മാന് നോവുന്ന തരത്തിൽ, അല്ലെങ്കിൽ റഹ്മാനെ നോവിക്കുന്ന തരത്തിൽ ഇളയരാജ പ്രസംഗിച്ചു. അന്ന് വലിയ വിവാദം ഉണ്ടാക്കി. കാരണം ആദ്യമായിട്ട് ഒരു ഏഷ്യയിൽ ഇന്ത്യയിൽ നിന്നൊരു യുവ സംഗീത സംവിധായകൻ ഓസ്കർ അവാർഡ് വാങ്ങിക്കൊണ്ടുവന്ന് അയാൾ ആദരിക്കുന്ന ചടങ്ങിൽ
ഇൻഡയറക്റ്റായിട്ട് എന്താ പറയുക റഹ്മാനെ കുത്തുന്ന രീതിയിൽ ഇളയരാജ പ്രസംഗിച്ചു. അതുപോലെ ഒരു ഗാനമേള നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം കണ്ടക്ട് ചെയ്യുകയാണ്. ആ ഗാനമേള നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കസ്ട്ര ടീമിലുള്ള ആൾക്കാർക്ക് ഒരു സെക്യൂരിറ്റിക്കാരൻ കൊണ്ടൊന്ന് കുടിക്കാൻ വെള്ളം കൊടുത്തു. അത് കണ്ട ഇളയരാജ അയാളെ സ്റ്റേജിലേക്ക് വിളിച്ച് കയറ്റിയിട്ട് അയാൾ അവിടെ നിർത്തി ഈ ആയിരക്കണക്കിന് ഓഡിയൻസിന് മുമ്പിൽ വെച്ച് മൈക്കിലൂടെ ശകാരിച്ചു. അതുമാത്രമല്ല, പഴശ്ശിരാജ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ, ഹരിഹര സാറിൻ്റെ പഴശ്ശിരാജ ചെയ്യുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ സോങ് ഉണ്ടല്ലോ, ആദിയുഷ സന്ധ്യ പൂത്തത് ഇവിടെ എന്നുള്ള മനോഹരമായ പാട്ടല്ലേ, ഇളയരാജയാണ് സംഗീതം. ആ പാട്ട് എഴുതിയത് ONV കുറുപ്പ് സാറാണ്. എന്തുകൊണ്ടോ എന്നറിയില്ല, ഇളയരാജ ആദ്യമായി മലയാളത്തിൽ വന്നത് മുതൽ ONV കുറുപ്പിൻ്റെ നിരവധി പാട്ടുകൾക്ക് സംഗീതം കൊടുത്ത ആളാണ്. പക്ഷേ പഴശ്ശിരാജയുടെ ടൈറ്റിൽ സോങ് കമ്പോസ് ചെയ്ത ശേഷം ഇദ്ദേഹം പറഞ്ഞു പഞ്ചു പോരാ, വരികൾ മാറ്റി എഴുതണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് കുറുപ്പ് സാറിന് ദേഷ്യം വന്നു. ഒരു അക്ഷരം ഞാനിതിൽ മാറ്റില്ല എന്ന് കുറുപ്പ് സാർ വാശി പിടിച്ചു. ഈ പടത്തിന് പഴശ്ശിരാജ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടൈറ്റിൽ സോങ്ങിന് പറ്റുന്ന പാട്ട് തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് പറഞ്ഞ് ഇളയരാജയെ തിരിച്ച് എന്താ പറയുക റൈസ് ചെയ്തു കുറുപ്പ് സാർ. പക്ഷേ സംവിധായകൻ ഹര സാർ ONV കുറുപ്പ് സാറിൻ്റെ പക്ഷം നിന്നു. ഇതിലെ ഒരു വരി മാറ്റുന്നില്ല രാജ, താങ്കൾ ഇത് വെച്ച് കമ്പോസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചു എത്ര മനോഹരമായ പാട്ടാണ്. ഞാനാണ് ഇതിൻ്റെ അവസാന അധിപൻ എന്ന് തെളിയിക്കാനുള്ള ഒരു വ്യഗ്രത ഈ അടുത്ത കാലത്ത് കുറേ കാലമായി ഇളയരാജയ്ക്കുണ്ട് എന്ന് പറയാം. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും വേറൊരു കാര്യം പറയാം. ദേവരാജ മാഷിൻ്റെ നേതൃത്വത്തിൽ മലയാളത്തിലെ സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു അത്താണിയാവാൻ കഴിയുമോ എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം ഒരാഴ്ച നീണ്ട സംഗീത സംഗമം നടത്തിയല്ലോ തിരുവനന്തപുരത്ത്. ആ സംഗീത സംഗമത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല. യേശുദാസൊക്കെ അദ്ദേഹത്തോട് കാണിച്ച ക്രൂരതയൊക്കെ നമ്മൾ പലരും പലവട്ടം പറഞ്ഞതാണ്. ഇതിന് വേണ്ടി കുറച്ച് കാശ് സംഘടിപ്പിക്കാൻ, എന്തെങ്കിലും തരത്തിൽ കുറച്ച് കാശ് സംഘടിപ്പിക്കാൻ നമുക്ക് ഇളയരാജയെ ഒന്ന് കണ്ടാലോ എന്ന് നമ്മുടെ ദേവരാജ മാഷ് അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത സഹചാരിയായ രാജേന്ദ്ര ബാബുവിനോട് ചോദിച്ചു. ഞാൻ പലപ്പോഴും നമ്മുടെ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് രാജേന്ദ്ര ബാബു ആരാണെന്ന്. നിങ്ങൾ സഫാരി ചാനലിൽ കണ്ടിരിക്കും അദ്ദേഹം ഇരുന്ന് സിനിമാ സംഗീത ശാഖയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ രാജേന്ദ്ര ബാബുവും ദേവരാജ മാഷും കൂടി ഇളയരാജയുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ രാജേന്ദ്ര ബാബു പറഞ്ഞില്ല എങ്കിൽ ദേവരാജ മാഷ് പോകില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിൽ എത്രയോ കാലം പാട്ട് പാടിയിരുന്ന ഗിത്താർ വായിച്ചിരുന്ന ആളാണല്ലോ ഇളയരാജ. പക്ഷേ രാജേന്ദ്ര ബാബു പറഞ്ഞു, ഞാൻ ബാബു ചേട്ടാ എന്നാണ് എപ്പോഴും വിളിക്കുന്നത്. ബാബുചേട്ടൻ പറഞ്ഞു നമുക്ക് പോയി കാണാം മാഷേ, എന്തെങ്കിലും തടയാതിരിക്കില്ല, പോകാം എന്ന് പറഞ്ഞു. കാരണം ഇത് ലക്ഷങ്ങൾ ചിലവാക്കുന്ന ഗാനമേളയല്ലേ, ഈ ഒരാഴ്ച നടക്കുന്ന സംഗീത സംഗമമല്ലേ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇളയരാജയെ കാണാൻ ചെന്നു. അപ്പോൾ ഇതിൽ രസം എന്താണെന്ന് ചോദിച്ചാൽ ഇളയരാജ ഒരിക്കലും ദേവരാജ മാഷിൻ്റെ മുന്നിലിരിക്കില്ല. ചെന്നു, രാജ ഞാൻ വന്നത്, നീ വലിയ വീടൊക്കെ ആണല്ലോ വെച്ചിരിക്കുന്നത്. ഭയങ്കര രസമാണ് എൻ്റെ രാജേന്ദ്ര ബാബു ചേട്ടൻ പറഞ്ഞു തന്നത്. നീ വലിയ വീടൊക്കെ ആണല്ലോ വെച്ചേക്കണത്, ഇത്രയും വലിയ വീടൊക്കെ വേണോ എന്നൊക്കെ ചോദിച്ച് രാജയെ ഒരു പരിവാക്കിയിട്ട് അവസാനം പറഞ്ഞു, ഞാൻ വന്നത് ഇങ്ങനൊരു സംഗീത സംഗമം നടത്തുന്നു ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരാഴ്ച, വലിയ കാശ് ചിലവൊക്കെ ഉള്ള പ്രോഗ്രാമാണ്, നിൻ്റെ ഇത് കാശ് പിരിക്കാനൊന്നും അല്ല വന്നത്, ആ ഫങ്ഷനിൽ പങ്കെടുക്കണം ഒരു ദിവസം, ഈ 5 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം രാജ വരണം എന്ന് പറഞ്ഞു. ഞാൻ വരാം, ഞാൻ എന്ത് ചെയ്യണം മാഷേ എന്ന് ചോദിച്ചു. ഈ നേരത്തെ പറഞ്ഞ എന്താ പറയുക കുരുക്കളൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ ദേവരാജ മാഷിനോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത്, നീ എന്തെങ്കിലും ചെയ്താൽ മതി. അങ്ങനെ ആ സംഗീത സംഗമത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സംഗീത സംവിധായകർക്കും ഗാനരചയിതാക്കൾക്കും ഗായകർക്കും ഒക്കെ കൊടുക്കുന്ന ഷീൽഡ്, അന്നത്തെ കാലത്ത് ആയിരങ്ങൾ ചിലവ് വരും, അത്രയും രൂപ ചിലവാക്കി ആ സംഗീത സംഗമത്തിനുള്ള ഷീൽഡ് ചെയ്തു കൊടുത്തത് ഇളയരാജയാണ്. അത് ദേവരാജ മാഷ് എന്ന് പറഞ്ഞ വലിയ മനുഷ്യനോടുള്ള ബഹുമാനം കൊണ്ടായിരിക്കാം. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ അത്തരം ഒരുപാട് നല്ല കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിന്ധു ഭൈരവി എന്ന് പറഞ്ഞ പടത്തിൽ പാടാനായിട്ട് ചിത്ര വന്ന് ഒരു പാട്ട് പാടിയിട്ട് അന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ പോകണം. കാരണം അവർ മ്യൂസിക് എമ്മയ്ക്ക് എന്തോ പരീക്ഷ എഴുതേണ്ട സമയമാണ്, പിറ്റേ ദിവസം എന്തോ പരീക്ഷയാണ്. അതുകൊണ്ട് ധൃതി വെച്ചൊരു പാട്ട് ഇളയരാജയുടെ പാട്ട് പാടിയിട്ട് പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ ഇറങ്ങുമ്പോൾ ഇളയരാജയുടെ ഫോൺ വരുന്നു, ഒരു പാട്ടുകൂടെ പാട്ടിട്ട് പോയാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ ചിത്രയുടെ അച്ഛൻ പറഞ്ഞു, അയ്യോ അത് പോരാ, അവൾക്ക് പരീക്ഷയാണ്, നാളെയോ മറ്റന്നാളോ എന്തോ പരീക്ഷയാണ് എന്ന് പറഞ്ഞു. ഇളയരാജ പറഞ്ഞത് പരീക്ഷ ഇനി എഴുതാം, ഒരു നല്ല പാട്ട് വന്നു, അപ്പോൾ ആ പാട്ട് ചിത്ര പാടിയ കൊള്ളാമെന്ന് തോന്നുന്നു, പരീക്ഷയ്ക്ക് പോണതൊക്കെ പിന്നെ ആവാമെന്ന് ആലോചിച്ചിട്ട് തള്ളിക്കളഞ്ഞിട്ട് ചിത്ര പോയി ആ പാട്ട് പാടി. പാടറിയൻ പഠിപ്പറിയൻ എന്നുള്ള ആ പാട്ടിനാണ് ആ വർഷത്തെ ദേശീയ അവാർഡ് ചിത്രയ്ക്ക് ലഭിക്കുന്നത്. ഇളയരാജയെ പോലെ ഒരാളല്ലാതെ വേറെ ആരിങ്ങനെ വിളിച്ച് ചോദിക്കും, പരീക്ഷയൊക്കെ നമുക്ക് നാളെ എഴുതാന്നേ, കമ്പോസ് ചെയ്ത് വന്നപ്പോൾ ഒരു നല്ല പാട്ട് അത് വന്ന് പാടിയിട്ട് പോകും.
ഒന്നും മടിക്കാതെ ചിത്ര പോയി പാടിയതുകൊണ്ട് ആ നാഷണൽ അവാർഡ്, ആ വർഷത്തെ നാഷണൽ അവാർഡ് ചിത്രയ്ക്ക് കിട്ടി. ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും മറ്റേ ഞാൻ നേരത്തെ കൊല്ലത്തെ രാജേന്ദ്രബാബു ചേട്ടൻ്റെ സഹോദരിയുടെ പേര് മറന്നുപോയി എന്ന് പറഞ്ഞാൽ ലതിക ടീച്ചറാണ്. മറക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ നമ്മൾ ഈ ക്യാമറയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും എന്നെ വിളിക്കുന്നവരോടൊക്കെ ഇതിൽ തെറ്റി വരുമ്പോഴൊക്കെ എന്നെ വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, ക്യാമറയുടെ മുന്നിലിരിക്കുമ്പോൾ 500ഓളം സ്റ്റോർ ചെയ്തെങ്കിൽ പോലും എനിക്ക് കാലും മുട്ടടിക്കുക, എനിക്ക് എങ്ങനെയും തീർത്ത് പോയാൽ മതി എന്ന് തോന്നും. പക്ഷേ ഇത് കാണുന്ന നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്നു എന്നാണ്. സത്യത്തിൽ എൻ്റെ നെഞ്ചിടിക്കുന്നത് എനിക്കല്ലേ അറിയാവൂ. അങ്ങനെയാണ് ലതിക ടീച്ചറുടെ പേരും മറന്നുപോയത്. അപ്പോൾ ലതിക ടീച്ചറുടെ സഹോദരനാണ് രാജേന്ദ്രബാബു ചേട്ടൻ എന്ന് പറയാനാണ് ഞാൻ നേരത്തെ പേര് കിടന്ന് തപ്പിയത്. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലതിക ടീച്ചർ മനസ്സിൽ വന്നു. പേര് മറക്കാൻ പാടില്ലാത്തതാണ്. എന്തായാലും ഇശൈജ്ഞാനി ഇളയരാജ, ഇനിയും അദ്ദേഹം ഒരുപാട് പാട്ടുകൾ ഏത് ഭാഷയിലും ആവട്ടെ, അതെല്ലാം നമ്മൾ ആസ്വദിക്കുന്നതാണല്ലോ. ഏത് ഭാഷയിൽ ചെയ്താലും വേണ്ടില്ല, നല്ല നല്ല പാട്ടുകൾ ഇനിയും ഒരുപാട് അദ്ദേഹം ചെയ്യട്ടെ. ഒപ്പം പുതുതലമുറയുടെ നാം പൊടിക്കുന്ന രീതിയിൽ കോപ്പിറൈറ്റിൻ്റെയൊക്കെ പേര് പറഞ്ഞ് കോടതി കയറി ഇറങ്ങി, അല്ലെങ്കിൽ കാസറ്റ് കമ്പനികളെ വരുതിയിലാക്കാൻ വേണ്ടി കോടതി കയറി ഇറങ്ങി അപഹാസ്യനാകാൻ ഇനിയെങ്കിലും ഈ ഋഷിതുല്യനായി ജീവിക്കുന്ന ഇളയരാജ എന്തെല്ലാം ഉണ്ടാക്കിയില്ലേ നിങ്ങൾ? കോടിക്കണക്കിന് തെരുവിൽ പാട്ടുപാടി തുടങ്ങിയെങ്കിൽ ഇപ്പോൾ ആയിരക്കണക്കിന് കോടികൾ ഉണ്ടാക്കി. മക്കളെല്ലാം നല്ല നിലയിലായി. മകൾ മരിച്ചു, മകൻ മുസ്ലിമായി, ഭാര്യ മരിച്ചു. ഈ ജീവിതത്തിൻ്റെ അവസാന റെയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തെങ്കിലും സംഗീത സംവിധായകനായ താങ്കൾ, ഇത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് പറയേണ്ടി വരുന്നത്, നമ്മൾ ഇവർ ഈ പ്രായമായി വരുമ്പോൾ ഇവരെന്താ ഇത് മനസ്സിലാക്കുക? നമ്മുടെ ഇവിടെ തന്നെ കണ്ടില്ല, നമ്മുടെ ഒരു ഗാനഗന്ധർവൻ കാണിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇനി പറയുന്നില്ല. ഇളയരാജ എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ ഇനിയെങ്കിലും കോടതികളെ കൊണ്ട്, ഇപ്പോൾ പ്രസാദ് ലാബിൻ്റെ കേസിലായാലും ശരി, ഇപ്പോൾ എക്കോ എന്ന് പറഞ്ഞ കാസറ്റ് കമ്പനി കൊടുത്ത കേസിലായാലും ശരി, എല്ലാത്തിലും കോടതി വിമർശിക്കുകയാണ് ചെയ്തത്. അതിനുള്ള ഇട നൽകാൻ ഇനിയെങ്കിലും തയ്യാറാകരുത് എന്ന് ഇശൈജ്ഞാനി ഇളയരാജയോട്, അല്ലെങ്കിൽ മച്ചാനെ പാത്തുങ്കള മുതൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഹിറ്റ് ഗാനങ്ങൾ എന്താ പറയുക ഗാനാസ്വാദകർക്ക് നൽകിയ, അത് മലയാളി എന്ന് പറയണ്ട, ഗാനാസ്വാദകർക്ക് നൽകിയ, മലയാളത്തിൽ എണ്ണം പറയാവുന്ന ചെയ്ത സിനിമകളിലെല്ലാം സൂപ്പർ ഹിറ്റ് പാട്ടുകൾ ഉണ്ടാക്കിയ ആ വലിയ സംഗീതജ്ഞൻ ഇനിയെങ്കിലും കേസിൻ്റെയും വഴക്കിൻ്റെയും പുറകെ പോകാതെ മാതൃകാപരമായി ജീവിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും അദ്ദേഹത്തിൻ്റെ സർഗ്ഗശേഷിക്കുമെല്ലാം ഇനിയും കരുത്ത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.